Assalamualaikum. Welcome to Shainus.com. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു കുക്കറിലോട്ടിട്ട് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ സിമ്മിലാക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റും കൂടെ സിമ്മിലിട്ട് നമുക്ക് വേവിക്കാം. നമ്മുടെ കപ്പ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാല റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കഷ്ണങ്ങളാക്കി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് സവാള വഴറ്റാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 വലിയ സവാള സ്ലൈസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് കൂട്ടുക കുറക്കുക ചെയ്യാം. അപ്പോൾ മസാലകളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനൊരു പാന് സ്റ്റൗവിൽ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് തേങ്ങ വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വെന്തോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. നമ്മളൊട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. എന്നാലും ആവശ്യത്തിനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒരല്പം മാറ്റി വെച്ച് ബാക്കി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് മുകളിൽ മല്ലിയില പൊടിയായി അരിഞ്ഞതും നേരത്തെ വറുത്ത് വെച്ച തേങ്ങയിൽ നിന്ന് മാറ്റി വെച്ച അല്പം തേങ്ങയും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.